യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് നടപടി. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് പോലീസിന്റെ നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മറുപടി നൽകിയ ശേഷമാണ് തൊപ്പി ഒളിവിൽ പോയത്. ഇയാളുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെയാണ് യൂട്യൂബ് ഈ പേജ്, ഇയാളുടെ അതായത് തൊപ്പിയുടെ പേജ് തന്നെ റദ്ദാക്കിയത്, നീക്കം ചെയ്തത്. അതും പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ പ്രതി ഒളിവിൽ പോകാനുള്ള, സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? തൊപ്പി രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ ശ്രമത്തിലും തന്നെയാണ് പോലീസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. തൊപ്പിയുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ തൊപ്പിക്കെതിരായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ച് തൊപ്പിയെ വിളിച്ചു വരുത്താനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൊപ്പി ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീടാണ് തൊപ്പി ഒളിവിൽ പോകുന്നത്. എന്നാലും പോലീസിന്റെ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തൊപ്പിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നാട് കടക്കാനുള്ള, വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടുതലായതിനാലാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തൊപ്പിയോടൊപ്പം തന്നെ തൊപ്പിയുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെയും മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് വിളിപ്പിച്ചിരുന്നു. അവരും തൊപ്പിക്കെതിരെ പരാതിയൊക്കെ കൊടുത്തതാണ്. പക്ഷെ അവരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ അവർക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം അവരും തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള വളരെ മോശമാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും തൊപ്പിയും സുഹൃത്തുക്കളും ചെയ്തതുകൊണ്ടും അവർക്കെതിരെയും കേസ് വരാനുള്ള ഒരു സാധ്യതയും കണക്കിലെടുത്തായിരിക്കും തൊപ്പിയുടെ സുഹൃത്തുക്കളും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊപ്പിക്കെതിരെയും. നിലവിൽ തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നാർക്കോട്ടിക് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയുള്ള കാര്യങ്ങൾ ചെയ്യുക, സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുക എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ, പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും തൊപ്പി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് തൊപ്പിക്കെതിരായിട്ടുള്ള കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ തൊപ്പിക്കെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് തൊപ്പിക്ക് ജാമ്യം നൽകരുത് എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഉടനെ തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. യെസ്, എന്തായാലും അതുവരെയുള്ള ഒരു സാവകാശം കൊടുക്കുമോ? എന്തായാലും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നീക്കം അടിയന്തരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇയാൾ രാജ്യം വിടാനുള്ളൊരു സാധ്യത പോലീസ് എന്തുകൊണ്ടാണ് കാണുന്നത്? കാരണം നമുക്കറിയാം, വലിയ സാമ്പത്തിക ശേഷിയുണ്ട്. യൂട്യൂബിലൂടെ ലക്ഷങ്ങളുടെ വരുമാനം പ്രതിമാസമുണ്ട്. ഇയാൾ ഒരു ഘട്ടത്തിൽ യൂട്യൂബ് താൻ നിർത്തുകയാണ്, യൂട്യൂബിലൂടെ ഇനി വീഡിയോകൾ പ്രചരിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും, അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ച ശേഷവും ഇയാൾക്ക് പ്രതിമാസം ലക്ഷങ്ങൾ യൂട്യൂബിലൂടെ വരുമാനം ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടുകൂടിയാണ് പോലീസ് ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നു. പിന്നീട് ലഹരി കേസ് അടക്കം നമുക്കറിയാം, ഇയാൾ കൊച്ചിയിൽ ഉൾപ്പെടെ ഇയാൾ പലപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പല സങ്കേതങ്ങളിൽ, പല ഫ്ലാറ്റുകൾ, ലോഡ്ജുകളിലൊക്കെ ഇയാൾ മുറിയെടുത്ത് സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുന്നു. ആഡംബര ജീവിതം, അങ്ങനെ നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം വഴിതെറ്റിക്കുന്ന പ്രധാന പങ്ക് വഹിച്ചു. കൊച്ചുകുട്ടികളടക്കം ഇയാളുടെ സ്വാധീനത്തിൽ കുടുങ്ങി ഈ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുക, ഇയാളുടെ ലൈംഗിക ചേഷ്ടകൾ കണ്ട് ആസ്വദിക്കുക, ആ രീതിയിലേക്ക് തൊപ്പിക്ക് വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ഈ കൊച്ചുകുട്ടികളുടെ ഇടയിൽ അവരുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. എന്തായാലും ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഇതുപോലെ വൃത്തികേട് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ യൂട്യൂബിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിയമ നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ പോലീസ് നൽകുന്നത്? അതെ ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തൊപ്പി ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ, അത് പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയാണ് ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിങ്ങിലൂടെ
പണം സമ്പാദിച്ചത്. ലക്ഷങ്ങളായിരുന്നു മാസങ്ങൾ അയാളുടെ വരവായി കണക്കാക്കുന്നത്. പിന്നീട് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിംഗ് മാത്രം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയും ആ കമ്പനിയിലൂടെ കിട്ടുന്ന വരുമാനം, അതായത് ഈ ലൈവ് സ്ട്രീമിംഗിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി പങ്ക് തൊപ്പിക്ക് നൽകും. ആ തരത്തിലുള്ള എഗ്രിമെന്റിലായിരുന്നു പിന്നീട് ലൈവ് സ്ട്രീമിംഗിലൂടെ തൊപ്പി തന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും തൊപ്പിയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭം തന്നെയാണ്. വിദേശത്തേക്ക് പോകാനും അല്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ടാണ് അത് തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അന്വേഷണ സംഘം ഇപ്പോൾ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തൊപ്പിയുടെ സാമ്പത്തിക കാര്യങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ പരാതിയിലടക്കം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് തൊപ്പി ഇതിലൂടെ ഒരു തലമുറയെ, അതായത് പ്രത്യേകിച്ച് കുട്ടികളാണ് തൊപ്പിയുടെ പ്രധാനപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറുന്നത്. അവർക്ക് എന്ത് സന്ദേശമാണ് തൊപ്പി കൊടുക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അശ്ലീലമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് തൊപ്പി എപ്പോഴും തന്റെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഇടുകയും ചെയ്തത്. അത് കുട്ടികളെ വലിയ രീതിയിൽ മോശമായി തന്നെയാണ് സ്വാധീനിക്കുന്ന ഒക്കെ ചെയ്യുന്നത്. എന്നാലും പോലീസ് ഇതിനൊരു തടയിടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. തൊപ്പിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. എന്നാലും മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട് തൊപ്പിയുടെ. അതിൽ പോലീസ് പറയുന്നത് തൊപ്പിയുടെ സുഹൃത്തുക്കളടക്കം പോലീസിന്റെ തൊപ്പിയുടെ സുഹൃത്തുക്കളടക്കം പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. അവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ രീതിയിൽ ഒരു വൈകൃതമുള്ള ചെറുപ്പക്കാരാണ് തൊപ്പിയുടെ ഈ സൗഹൃദ വലയത്തിലുള്ളത്. നമുക്കറിയാം അവരുടെ പശ്ചാത്തലം. അവർ പലപ്പോഴും കൊച്ചിയിലടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഇടയ്ക്ക് കൂടാറുണ്ട്. പല ലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. അത്തരം അവരുടെ പശ്ചാത്തലം എന്താണ്? ഈ തൊപ്പിയുടെ സുഹൃത്തുക്കളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ടോം, തൊപ്പിക്കൊപ്പം തന്നെയാണ് ഈ സുഹൃത്തുക്കളും ലൈവ് സ്ട്രീമിങ്ങിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി, അതായത് സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടായി. സുഹൃത്തുക്കൾ പിന്നീട് യൂട്യൂബിലൂടെ വന്ന് പറഞ്ഞത് തൊപ്പി തങ്ങളെ ഗുരുതരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അടിവസ്ത്രമടക്കം കഴുകുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് തൊപ്പി. അതിനു വേണ്ടിയിട്ടുള്ള, അതായത് ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ തൊപ്പിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും തങ്ങൾക്കൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിംഗ് തങ്ങളൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തൊപ്പിയിൽ നിന്നും വലിയ മാനസിക ശാരീരിക പീഡനങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഒപ്പം തൊപ്പി ഈ ലഹരി ഉപയോഗിക്കുന്നതിന് തൊപ്പിയുടെ വീട്ടിൽ ലഹരി അടക്കം കൊണ്ടെത്തിച്ചിട്ടുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെ അവിടെ എത്തിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ് തൊപ്പി എന്നീ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് സുഹൃത്തുക്കളായിരുന്നു. പിന്നീടാണ് ഇതൊരു കേസിലേക്ക് വരെ പോകുന്ന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. എന്തായാലും തൊപ്പിയുടെ സുഹൃത്തുക്കളെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മൊഴി രേഖപ്പെടുത്തുവാൻ വിളിപ്പിച്ചെങ്കിൽ പോലും തൊപ്പി അതിലേക്ക് തൊപ്പിയുടെ സുഹൃത്തുക്കൾ മൊഴി രേഖപ്പെടുത്താൻ വന്നിരുന്നില്ല. പോലീസ് പറയുന്നത് അവരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൊപ്പിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. രാജ്യമിടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിഗമനം. പ്രത്യേകിച്ചും ഇയാളുടെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ചെറിയൊരു കാലയളവിനിടെ കേരളത്തിലെ കുട്ടികളടക്കം സ്വാധീനിക്കുന്ന രീതിയിൽ അശ്ലീല പരാമർശങ്ങളിലൂടെ അശ്ലീല ചേഷ്ടകൾ കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചെറുപ്പക്കാരനാണ്. പിന്നീട് ഇയാൾക്കെതിരെ പല രീതിയിലുള്ള നടപടികളുണ്ടായി. യൂട്യൂബ് ഇയാളുടെ പേജ് നീക്കം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടിയിലേക്ക് നീങ്ങുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ചു തകർത്തു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.